ഇപ്പോഴും ഈ ഭീകരവാദികൾ ഇപ്പോഴും നേരത്തെ നിഹാൽ കാണിച്ച ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു, നമ്മളും കാണുകയായിരുന്നു. അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്ന അങ്ങേയറ്റം നിർദ്ദയരായ ഭീകരവാദികൾ ഇപ്പോഴും ഒളിവിലാണ്. അവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഏത് ലെവൽ എന്നാണ് സൈന്യം പറഞ്ഞ് ജമ്മു കാശ്മീർ പോലീസ് പറയുന്നത്. എന്താണ് പഹൽഗാമിലെ കാഴ്ച? ബൽറാം. ഹാഷ്മി, ഈ ഭീകരാക്രമണം ഉണ്ടായ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോഴും സുരക്ഷാ സേനയുടെ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പിന്നിലുള്ള ദൃശ്യങ്ങളിൽ ഈ കറുത്ത വസ്ത്രം ധരിച്ച് ഉള്ളത് ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോകളാണ്. അവരുടെ പ്രത്യേക സംഘം ഇന്ന് അല്പസമയം മുമ്പാണ് ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചത്. നേരത്തെ മറ്റൊരു സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു, CRPFന്റെ. ഇപ്പോഴും ഈ മേഖലയിൽ ഊർജിതമായി തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മനോഹരമായ ഒരു താഴ്വാര, മുകളിൽ മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, ഹിമാലയ പർവ്വതങ്ങൾ, അതിന് പശ്ചാത്തലത്തിൽ പച്ച ഉടുത്ത പൈൻ മരങ്ങൾ, തലയുയർത്തി നിൽക്കുന്ന പൈൻ കാടുകൾ, അവയ്ക്ക് താഴെയാണ് ഈ പുൽമൈതാനം. ഇത്രത്തോളം മനോഹരമായ ഈ ദൃശ്യങ്ങൾ കാണാനാണ് ആളുകൾ ഇവിടേക്ക്, വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തിയത്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഇത്തവണത്തെ ടൂറിസ്റ്റ് സീസൺ ആരംഭിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഭീകരാക്രമണം ഇവിടെ ഉണ്ടായത്. പരമാവധി ആഘാതം ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഭീകരർ ഇവിടേക്ക് എത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ 2 ദിവസം മുമ്പ് ഈ പൈൻമരക്കാടുകൾക്ക് സമീപം നിൽക്കുന്ന ഈ മൈതാനം അതൊരു കുരുതിക്കളമായിരുന്നു. നിരവധി നിഷ്കളങ്കരുടെ 26 പേരുടെ ചോരയൊഴുകിയ ഈ ഒരു മൈതാനത്താണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ആളുകളെ കൊല്ലപ്പെട്ട സ്പോട്ടുകളാണ്. അവിടെ മണ്ണ് ഇട്ട്, അവിടെ ചോര പടർന്നിരുന്ന ഇടത്ത് മണ്ണ് ഇട്ട് അവിടെ വൃത്തിയാക്കിയിരിക്കുകയാണ് സുരക്ഷാ സേന. ഇപ്പോഴും ഈ പരിശോധന ഈ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും. ഒപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോകളുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഈ പ്രദേശത്ത് ഉണ്ട്. ഇവിടെ പല സംഘങ്ങളായി ഏജൻസികൾ പരിശോധനകൾ നടത്തി വരികയാണ്. ഇപ്പോഴും ഈ മേഖലയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ പ്രത്യേക പരിശോധനയുടെ ഭാഗമായി ഭീകരവാദികൾ, ഈ ആക്രമണം നടത്തിയ ഭീകരവാദികൾ ഈ പ്രദേശത്ത്, ഈ വനമേഖലയിൽ തന്നെ ഉണ്ട് ഇപ്പോഴും എന്ന ഒരു നിഗമനത്തിലാണ് പോലീസും ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ സേനയും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും ഈ വനമേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വനമേഖല എന്നുള്ളത് ഈ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ്. ഈ പ്രദേശത്ത് കടുത്ത തോതിൽ വനമുള്ള ഈ മേഖലയിൽ ഒളിത്താവളത്തിലാണ് ഭീകരർ ഉള്ളത് എന്നാണ് സുരക്ഷാ സേന കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് പരിശോധന നടത്തി വരികയാണ്. ഈ മേഖലയിൽ നിന്നും വിട്ട് ഭീകരർ കൂടുതലായി പോയിട്ടില്ല, ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. അവരെ ഇവിടെ തന്നെ നിന്നും പുറത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ജമ്മു കശ്മീർ പോലീസ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് ഇപ്പോഴും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതലായി ഈ കൂടുതൽ CRPF ഉദ്യോഗസ്ഥരെയും ഒപ്പം യന്ത്ര സംവിധാനങ്ങൾ, മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരച്ചിലിന്റെ ഭാഗമായി കൂടുതൽ പ്രത്യേക ദൗത്യ സംഘത്തെ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഹാഷ്മി.